അവന്മാർ നേരെ പോയി. ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അത് ഇന്ന് നമ്മളുടെ കൂടെ വന്നിട്ടുള്ള ലൈനപ്പാണത്. ഒരു 22 വണ്ടികളോളം ഇന്ന് നമ്മളുടെ കൂടെ ഇന്ന് വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. നല്ല ഒരു റൈഡായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതാ ഞാനൊന്ന് കാണിച്ചു തരാം. ഒരുപാട് വണ്ടികളുണ്ട്. ഇത് ഹാർലി 48 നമ്മളെ ഞങ്ങളോട് വന്നിട്ടുള്ള പുതിയൊരു ടണ്ണാറാണ്. എണ്ണി പറയാനുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പോവാം. കുറച്ച് മുന്നിൽ പോയിട്ട് ഒരു സ്ട്രെച്ച് വരുമ്പോൾ ഞാൻ അവിടെ നിൽക്കാം, ഫോണായിട്ട് നിങ്ങൾ എല്ലാവരും വരുന്ന ഞാൻ വീഡിയോ എടുക്കാം. നീ നേരത്തെ പൈക്കൊന്നാല്, അല്ലെങ്കിൽ ഇവിടെ ആരും ഇത് നിൽക്കൂല. കാരണം ഇത്രയും വണ്ടികളുള്ളതുകൊണ്ട് ഒരാളോടെ നിൽക്കാൻ പറഞ്ഞാൽ ആരും അങ്ങനെ നിൽക്കത്തൊന്നുമില്ല. അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ നിന്ന്. ഏതൊക്കെ വണ്ടി എന്നുള്ളത് ഞാൻ പറയുന്നില്ല. Z900 വരുന്നുണ്ട്, ടൈഗർ 660, Z1000, നിഞ്ച 1000, ടെണ്ണാർ തന്നെ 3-4 ഒരു 6R വരുന്നുണ്ട്, സ്ട്രീറ്റ് ഫൈറ്റർ V2. ഒരുപാട് വണ്ടികളുണ്ട്. ഇത്രയും വണ്ടി കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ആളെ കാണുന്നത്. സോ ലെറ്റ്സ് ഗോ. So let's go. ഒരു രക്ഷയില്ലാത്ത ലൈനപ്പാണ്. ഇത് നമ്മുടെ തരുൺ ബ്രോയുടെ ഹയാബൂസ റൈഡ് വിത്ത് ബസ്സിൽ. നമ്മളൊന്ന് പോകുന്നത് മറ്റേ സ്ഥിരം പോകുന്ന ആ ഒരു സ്ഥലത്തോട്ട് തന്നെയാണ്. നമ്മുടെ മുരുകൻ ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി പോകാമെന്ന് പോകും. സീന്. നമുക്ക് ഫ്രണ്ടിൽ എവിടെയും പോയി നിന്നിട്ട്, നേരത്തെ നമ്മൾ വീഡിയോ തുടങ്ങുമ്പം നമ്മൾ മറ്റേ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ എവിടെയെങ്കിലും പോയി നല്ല സ്ട്രെച്ച് കിട്ടുന്നോട്ട് നമുക്ക് പോയി നിന്നിട്ടൊരു വീഡിയോ എടുക്കാം. എല്ലാവരും അതൊരു ഫ്ലൈ ബൈ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഈ റോഡിലെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നോക്കാം. പേടിച്ചു പോയി. അക്രയാണ് അക്ര. That is 6R.
6R ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. ആണ് എൻ്റെ, ഞാൻ വിചാരിച്ചിരുന്ന മറ്റേ പാനികാല V2 അല്ലെങ്കിൽ 959 അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാമെന്നായിരുന്നു. പക്ഷേ എല്ലാവരും പറയുന്നത് ബ്രോ ഡുക്കാട്ടി എടുക്കണ്ട പണി കിട്ടുന്നതാണ്. പക്ഷേ ഇതെടുത്തിട്ട് എനിക്കങ്ങനെ പണിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പണി കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഈ മെയിൻ്റനൻസ് വന്നാലാണ്, എന്തെങ്കിലും ഇപ്പോൾ എക്സ്ട്രാ ഒരു സംഭവം നമ്മൾ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലാണ് നിക്കറ് കീറുക. അതല്ലാണ്ട് നോർമൽ സർവീസ് എന്നൊക്കെ പറയുന്നത് ഒരു കുറച്ച് കൂടുതലാണ്. എന്നാലും ഒരു 2000-3000 രൂപ മറ്റ് ബൈക്കുകളെ അപേക്ഷിച്ച് ഇച്ചിരി കൂടുതലാണ്. പക്ഷേ ഡുക്കാട്ടി എന്ന് പറയുന്ന ഒരു ഡുക്കാട്ടി തന്നെയല്ലേ. ഞാൻ പറഞ്ഞു വന്നത് ഒരു 6R നോക്കാമെന്നാണ്. നമ്മളിങ്ങനെ കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹമാണ് ട്രാക്കിലോട്ട് പോകണം, അല്ലെങ്കിൽ ട്രാക്കിൽ വണ്ടി ഓടിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പോയവരോടും പിന്നെ നമ്മളെക്കാട്ടിലും മുന്നിലൊക്കെ വണ്ടി ഓടിച്ച് പരിചയമുള്ളവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് ബ്രോ 6R എടുത്തോ, അതാണ് നല്ലത് എന്ന് പറയുന്നത്. കാരണം 6R ആകുമ്പം നമുക്ക് ട്രാക്കും നടക്കും, ഇതുപോലെ ഈ സൺഡേ ഈ റൈഡും കാര്യങ്ങളും നടക്കുകയും ചെയ്യും. 10R നല്ലതാണ്. പക്ഷെ 10R പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ട്രാക്കിൽ ഓടിക്കാൻ ഇച്ചിരി പാടാണെന്നാണ് എല്ലാവരും പറഞ്ഞത്, അതിൻ്റെ വെയിറ്റും കാര്യങ്ങളും. പിന്നെ ഒന്നാമത് 10R ഒക്കെ എടുത്തിട്ട് നമുക്ക് ആ ഒരു സ്ട്രെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ, സ്ട്രെയിറ്റ് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ സ്ട്രെയിറ്റിൽ ഓടിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ ട്രാക്ക് പോകുന്നത്. നമ്മൾ മെയിനായിട്ട് കോർണറിങ്ങും അതും ഇതൊക്കെ പഠിക്കുക, ലെവൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ്. അപ്പം 6R ആണ് നമ്മളുടെ നമ്മളെ ഈ സൗത്ത് ഇന്ത്യയിലുള്ള ട്രാക്കിലോട്ട് ഏറ്റവും ബെറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം. നല്ല കോറുണ്ട് കേട്ടോ. അവന്മാരെ കാണുന്നില്ലല്ലോ. നമ്മളവിടെ സംസാരിച്ചിരുന്നപ്പോഴത്തേക്ക് അവന്മാരെ എത്തേണ്ട സ്ഥലത്തെത്തി. ഇത് നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന 10R റിയാസ് ബ്രോ 2 ദിവസം മുമ്പാണ് പുള്ളിയ വണ്ടി ട്രിവാൻഡ്രത്ത് നിന്ന് പൊക്കി കൊണ്ടുവന്നത്. പുള്ളിയുടെ കയ്യിൽ ആദ്യം ഒരു CBR 650R ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒന്ന് നിൽക്കട്ടെ. ദേ പോന്നു. ഓഫ്, പോയി. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ്, എങ്ങനെ ഉണ്ടാവും അറിയില്ല. കാരണം ഇന്നത്തെ ക്ലൈമറ്റ് ഉണ്ടല്ലേ, ലൈറ്റൊന്നുമില്ല.
വലിയ സുഖം ഉണ്ടാവും തോന്നുന്നില്ല, അറിയില്ല, നോക്കാം. ഓ സൂര്യൻ നിൽക്കുന്നൊക്കെ. ഒരുപാട് പേരുണ്ടായിരുന്നു, ആരെയും കാണുന്നില്ല. എല്ലാവരും സമാധാനപ്രിയരാന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് ധൃതിയുള്ളവർ മാത്രമേ നേരത്തെ അങ്ങ് പോകുന്നുള്ളൂ. ഇനി അതോ എനിക്ക് മാറിപ്പോയതാണോ എന്ന് അറിയില്ല കേട്ടോ. കാരണം ആരും ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ടില്ല. ഒരു 4-5 വണ്ടികളെ ഫ്രണ്ട് പോയിട്ടുള്ളൂ. 6R ഒരു അഗ്രസീവ് പോസ്റ്റാണ്. അതിൻ്റെ എന്താ പറയുക, എർഗണോമിക്സ് എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവാണ്. പക്ഷേ അതാണ് എനിക്കിഷ്ടം. അത് 10R-നെക്കാട്ടിലൊക്കെ ഭയങ്കര അഗ്രസീവാണ് സംഭവം. പക്ഷെ ഭയങ്കര നിമ്പിളാന്ന് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ എൻ്റെ മുന്നിൽ പോകുന്നത് നമ്മുടെ അരുൺരാജാണ്. പുള്ളിയും പറയുന്നത് അതിന് നിസ്സിൻ്റെ ബ്രേക്ക് ആണെങ്കിലും ബ്രേക്കൊക്കെ അടിപൊളിയാണ്. പിന്നെ നല്ല ഭയങ്കര നിമ്പിളാണ്, വണ്ടി ഫ്ലിപ്പ് ചെയ്ത് പോകാനൊക്കെ ഭയങ്കര സുഖമാണെന്നൊക്കെ പറയുന്നത്. നമ്മൾ എത്താറായോ എന്നൊരു സംശയം. യെസ്, നമ്മളെങ്ങോട്ടേക്കാണ്? അവന്മാർ നേരെ പോയി. ഒന്ന് രണ്ട് പേര് നേരെ പോയിട്ട്, അതായത് ഈ ലോറി ഇവിടെ ഉള്ളത് കൊണ്ടാണ് എല്ലാവർക്കും മിസ്സാകുന്നത് എന്നൊരു സംശയമുണ്ട്. നോക്കട്ടെ ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോന്ന്. മരൊക്കെ എത്തിയിട്ടുണ്ട്. കുറേ പേര് അങ്ങ് പോയി. ഒന്ന് രണ്ടെണ്ണം നേരെ അങ്ങ് പോയി. മറ്റേ അരുൺരാജില്ലേ 6R, അവൻ നേരെ പോയി. ഡോളത്ത് തിരിച്ചു വന്നോ? അപ്പം ഇനിയും കുറച്ച് വണ്ടികൾ കൂടെ വരാനുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ 1 2 3 4 5 8 വണ്ടികൾ വന്നിട്ടുള്ളൂ. ഇനിയും 10-13 വണ്ടികൾ വരാറായിട്ടുണ്ട്. അതാ വരുന്നുണ്ട്. 10R, ബൂസ, സോ ഗൈസ്, അപ്പം ഇനിയുണ്ട് ഒരുപാട് പേര് വരാനായിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം.